ഇപ്പൊ ഇറാൻ യുദ്ധം നടക്കാനുള്ള ഇപ്പൊ ഗ്യാസ് കിട്ടാനില്ല. ഇപ്പൊ പെട്രോളിനൊക്കെ ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ ക്യൂ വെക്കുകയാണ് ഗ്യാസിന്. ഇവിടെ തന്നെ ഇപ്പൊ കണ്ടമാനം ഹോട്ടലൊക്കെ പൂട്ടി. പിന്നെ ഇപ്പൊ ഓരോരോ വീട്ടിലും ദയനീയ അവസ്ഥയാണ്. ആ യുദ്ധം നിൽക്കട്ടെ, നമ്മളെ നാട്ടിൽ ഇനി ഒരു യുദ്ധം വരാൻ പോവാണല്ലോ. തെരഞ്ഞെടുപ്പ് അല്ലേ? അതെ. എന്താ ചെങ്ങായ തെരഞ്ഞെടുപ്പൊക്കെ അവിടെ നിൽക്കട്ടെ, ഗ്യാസ് ഇവിടെ കിട്ടാനില്ല. അതായത് ഉള്ളോട്ടുള്ള ഹോട്ടലും കടകളും ഒക്കെ പൂട്ടിക്കെടുക്കുകയാണ് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട്. അതിനെ പറ്റിയുള്ള ചർച്ചയിൽ ഇങ്ങോട്ട് വരി. മറ്റതും മറിച്ചതൊക്കെ പോട്ടെ വാട്ട എന്നുള്ളതല്ല നമുക്ക്. അല്ല എന്താ അനക്ക് പറയാനുള്ളത്? നമ്മളെ ഹോട്ടലുകളൊക്കെ പൂട്ടിയിരിക്കണ്, ഗ്യാസ് കിട്ടാനില്ല. അതൊക്കെ നമ്മളെ ഇപ്പൊ യുദ്ധത്തെ വരാൻ പോണ്. ഇപ്പൊ ഗ്യാസിന്റെ വില എന്താന്ന് അറിഞ്ഞ് 3500 ഒരു കുറ്റിക്ക് തന്നെ. അങ്ങനെ അവിടം വരെ എത്തിക്കണം. അവിടം വരെ എത്തിക്കണം. ആ വീരം നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. നമ്മളിങ്ങനെ ഈ യുദ്ധങ്ങൾ നോക്കി നടക്കല്ലേ, നാട്ടിലത്തെ കാര്യം നോക്കാം നമുക്ക് നേരെ. എന്താപ്പ മൂസക്കുട്ടി എങ്ങനെ ആയാലും ഈ ലോകത്തിനെ പറ്റിയിട്ട് ഇവര് കാര്യങ്ങളൊന്നും ഇവർ അറിയണില്ല. കാക്ക 1 കിലോ ഉള്ളി, 1 കിലോ പഞ്ചസാര, 1 കിലോ തക്കാളി. ഇത് ഈ ബുക്കിൽ എഴുതി തന്നാലേ. മോളെ പറ്റി എഴുതി 10,25,000 അയക്കണേ. കായ് തരാനോ വല്യപ്പാലിന് സാധനം തരില്ലാന്നോളാ. മോളെ സാധനം ഒന്നും വാങ്ങിയില്ല. അത് കാക്കാക്ക് കൊറേ പൈസ കൊടുക്കാണ്ടായോണ്ട് കാക്ക സാധനം ഒന്നും തന്നില്ല. അല്ല എന്ത് വർത്താനാ പോനാ കുട്ടീനോട് പറഞ്ഞത്? ശരിയാണത്. മൈകുട്ടിയെ എന്ത് വർത്താനപ്പാ കുട്ടീനോട് പറഞ്ഞത്? പറ്റു തരൂലെന്നാ. ഓലെ പെരയിലെ അവസ്ഥ ഇപ്പൊ എന്താന്ന് എനിക്കറിയോ? എല്ലടോ അങ്ങനെ ആയാ പറ്റുമോ? കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ കൊണ്ടായാ പോരല്ലോ. മൂപ്പർക്ക് എന്തെങ്കിലും കൊടുത്തെങ്കിലല്ലേ മൂപ്പർക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുമാണ് നമ്മൾ ചിന്തിക്കുക. എല്ലാ ബുദ്ധിമുട്ടിയാ അങ്ങനെ കാര്യങ്ങള് മൂപ്പർ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലടോ ഞാൻ പെരയിന്നിട്ട് പോകുന്നതാണ്. പൊറാട്ട വേണം, കോഴി വേണം, മക്കളും പേരക്കുട്ടികളും ഒക്കെ വന്നുകള്. അപ്പോഴാണ് ഇങ്ങളെ ഈ കെണീസ് പെട്ടിരിക്കണത് കോയെ. അതുകൊണ്ടേ ഞാൻ അത് പോയി വാങ്ങിക്കാട്ടെ. അത് കൊണ്ടുപോയി ചെന്നില്ലാന്നുണ്ടെങ്കിൽ പെരയിൽ യുദ്ധം നടക്കും. എന്നാ ഞാൻ പോട്ടെ. ശരി എന്നാലേ. നിങ്ങൾ വരുന്നിട്ട് വലിയ ഭർത്താവെന്ന് പറയണ്ട. കുറച്ച് കായ് ചില്ലാണെന്നല്ല ഒരുപാടുണ്ട്. ഇതൊക്കെ കിട്ടിയിട്ട് കണക്ക് 10 രൂപ കച്ചവടം ചെയ്യാന്. അതല്ലാതെ ഞാനിപ്പോ എവിടെ തുറക്കാനാ? കൊണ്ടായാണ് പോരാ, കൊണ്ടായമായിട്ട് കൊടുന്നേരും വേണം. മൈമുട്ടിയൊക്കെ പറഞ്ഞതിലും കാര്യമുണ്ട്. ആൾക്കാർ മുഴുവൻ ഓഫർ ഇങ്ങനെ നോക്കി നടക്കണം. അത് ഓൺലൈനായാലും സൂപ്പർ മാർക്കറ്റിൽ അവിടെ പോയാണ് മൂടിക്കോളും. എന്നിട്ട് പൈസ ഒക്കെ കഴിഞ്ഞാണ്ട് ഒന്നും ഇല്ലാന്നാകുമ്പോൾ എന്ത് ചെയ്യും? അവനെ ചെറിയ പീടിക്ക് നിൽക്കാണ്ട് അവിടുന്ന് കടം വാങ്ങി അങ്ങനെ പോകും. അതന്നെയാണ് ബാബ അപ്പൊ നടക്കുന്നത്. പറഞ്ഞത് ശരിയാണ്. ജനങ്ങൾ ഓഫർ നോക്കി നടക്കുകയാണ്. അല്ലടോ എത്തപ്പോ നിങ്ങൾ ഓഫറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മമ്മൂട്ടി ഇവിടെ ഓഫറായിട്ട് കൊടുക്കണ്ടോ? എല്ലാ അങ്ങോട്ടേക്ക് എത്തപ്പോഴും ഓഫർ കൊടുക്കുന്നുണ്ട് പറഞ്ഞിട്ട് പുറത്തൊരു ചർച്ച നടക്കുന്നുണ്ടല്ലോ. ചിലക്കാതെ പേക്കച്ച് അവിടെ കൊണ്ടുപോയ കാര്യം ഇവിടെ വരെ കിട്ടിയില്ല. ഓഫർ അതിന് ഇന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? കുട്ടി കായ് കിട്ടണ്ട കച്ചവടം നടത്തണമെങ്കിൽ കൊണ്ടുപോയ മാതിരി കൊടുന്നെന്റെ കായ് സാധനം മായി കൊണ്ടാകുന്ന മൂപ്പന്മാരാ. പിന്നെ കായ് ചോദിച്ചോൾ തെറ്റി. പിന്നെ വലിയ വൈക്കിട് വരൂല. അത് വീട്ടിലൊക്കെ എത്ര നേരെ 4 ചായ ചുവന്നാണ്ട് കൊണ്ടുകൊടുത്തേ ചായ. അല്ല ഞാൻ നിങ്ങളോട് ലേറ്റ് ആയല്ലേ പറഞ്ഞത്? ഞാൻ സ്ട്രോങ് പറഞ്ഞത് സ്ട്രോങ് ഇല്ല. ഞാൻ കട്ടൻ ചായ അല്ലേ പറഞ്ഞു. ഇവിടെ ഒരാഴ്ച ചായ ഉള്ളൂ, അത് വേണേ തരും, അത് കുടിച്ചു പോയിക്കോളൂ. സംഭവം ചായ നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ നന്നായിക്കുന്നു. പക്ഷെ അങ്ങനെ പൊക്കാൻ പറ്റില്ല അയാളെ. ശരി തന്നെയാണ്. പക്ഷെ അയാള് മദ്രാസിലെ ചായ മേക്കറായിരുന്നു. അയാൾ ഏതാ ചായ പറ്റുന്ന ആളുകാരങ്ങൾ നല്ല ചായ വെക്കാം. അല്ല സുഫാനെ, എന്റെ അയൽവാസികളല്ല ബൈപ്പാസില് ഐസ്ക്രീമും കണ്ണി കണ്ട ഉപ്പിലിട്ടൊക്കെ തിന്നുകാട് ഇങ്ങനെ നടക്കണം. ഓനും പെണ്ണുങ്ങൾക്ക് ഉദ്യാന പണിയുള്ളൂ, പെണ്ണുങ്ങൾക്ക് ഉദ്യാന പണിയുള്ളൂ, വേറെ ഒരു പണി. എത്ര കാട്ടുന്നു എന്റെ ചായന്റെ അടിക്കാച്ച്? ഇന്റെ അയൽവാസികൾ മാത്രല്ല, നമ്മളെ കൗമ മുഴുവൻ വൈകുന്നേരമായ അങ്ങാടി തന്നെയാണ്. അതിപ്പോ ഇനി ഫാസ്റ്റ് ഫുഡ് ആയാലും വേണ്ടില്ല, ടെക്സ്റ്റൈൽസിലായാലും വേണ്ടില്ല, നമ്മൾ തന്നെയാണ് ഫുള്ള്. അതിപ്പോ ഇജ്ജ് പറഞ്ഞത് ശരിയാണ്. പെരിയിൽ ആരെങ്കിലും പെണ്ണുങ്ങൾ ഇപ്പൊ വെച്ചുണ്ടാക്കണ്ട, ഒക്കെ പോയി ഫാസ്റ്റ് ഫുഡിന്റെ ബാക്കിലല്ലേ. എന്നിട്ട് എന്ത് ചെയ്യല്? ലാസ്റ്റ് എല്ലാം തിന്നു കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കും ചെയ്യും. ഇപ്പൊ നമ്മളെ നാട്ടിലെ അവസ്ഥ എന്താ? കല്യാണ പന്തലും ടെക്സ്റ്റൈൽസിലും പ്രശ്നമില്ല, ബസ്സിൽ കയറിയാൽ തട്ടാനും പാടില്ല, മുട്ടാനും പാടില്ല. ഇതാണ് ഇപ്പൊ നാട്ടിലെ അവസ്ഥ. അതുകൊണ്ട് ഇപ്പൊ എന്തുണ്ടായി? ഹോസ്പിറ്റൽ മുഴുവൻ ഫുള്ള. ഈ കിഡ്നി രോഗം,
ശരിയാ ജി പറഞ്ഞു. കരള് പ്രശ്നങ്ങള്, ഡയാലിസ് എല്ലാം ഉണ്ട്. ശരിയാ. അല്ലടോ നിങ്ങൾ ഇന്നലെ ആരെങ്കിലും പള്ളിക്ക് വന്നിരുന്നു പെരുന്നാൾ നിസ്കരിച്ചാന്? പിന്നെ പള്ളി പോവാ പെരുന്നാളിൽ പള്ളി പോകപ്പോ ചെങ്ങായ ഞങ്ങളെ പള്ളിക്ക് എന്താ ഞാൻ ചെന്നപ്പോളേ അന്നോട് പറയാം 15 ആൾ നിൽക്കുന്ന സ്റ്റെപ്പിൽ ഇന്നലെ 7 ആള് നിന്നിട്ടുള്ളൂ. തവള ചത്ത് വീർത്തമാതിരി ഒരു പാൻറ് ഇറങ്ങി ഇത്ര വലുപ്പത്തില്. അന്നോട് പറയാന് ഞാൻ ഇന്നലെ അലങ്കാരം സ്കെച്ച് അത് ഞാനും കണ്ട് പരസ്യം ഇന്നലെ കണ്ട ആ ഫാനിന്റെ തവള തുണിയാണോ പാന്റാണോ അറിയണേ. വെല്ലിപ്പാ വെല്ലിപ്പാ എന്തടി മോൾട്ടിയ? കാക്ക പൈസ ഇല്ലാത്തോണ്ട് സാധനം തന്നില്ല. വെല്ലിപ്പാന്റെ കുട്ടിനെ വാ ചീത്ത പറഞ്ഞ നമുക്കൊന്ന് അവിടെ പോയി നോക്കാം പേടി. അല്ലാഹ് അൽഹംദുലില്ലാഹ്. എന്നാ വാ ഒന്ന് പോയി നോക്കാം. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. പോയി നോക്കത്താലും ചെറുപ്പൊക്കെ അവിടെ. അല്ല ഞമ്മൾ അദ്രഹ്മാനോട് ആ പേരക്കുട്ടിയും കൂട്ടി വരുന്നേ ഞാൻ കുട്ടിക്ക് സാധനം കൊടുക്കാതെ ചോദിച്ചാൻ വേണ്ടിയിട്ടാണോ? ശരിയായിരിക്കും. അസ്സലാമു അലൈക്കും. പേരക്കുട്ടിയും കൂടി ചോദിക്കാൻ വരുന്നുണ്ട് കായും തരാതെ. എന്താ എന്റെ പേരക്കുട്ടി വന്നിട്ട് സാധനം കൊടുക്കാഞ്ഞേ? അല്ല ആചാര്യ ഞങ്ങളെ കുട്ടി 10,25,000 ഉറുപ്പിക തരാണ്ടല്ലോ. ഈ കായ് കിട്ടാതെ ഞാൻ ഇവിടെ എന്ത് മുതൽ അവിടെ കൊടുന്നേക്കാം? വിക്കളങ്ങ എന്തായാലും ഇവിടെ കൊടുന്നേക്കാൻ വേണ്ടേ? അല്ല മായമുട്ടിയെ, എനിക്ക് കണ്ടമാനം പൈസ എനിക്ക് മോൻ തരാണ്ട് എനിക്കറിയാം. എനിക്കറിയില്ല ഇപ്പത്തെ അവിടുത്തെ യുദ്ധം നടക്കണത്. പൈസ അയക്കാൻ കുറച്ച ബുദ്ധിമുട്ടാണ്. പുറത്തു കൂടി ഇറങ്ങാൻ പറ്റണില്ല അവിടെ. എനിക്ക് മനസ്സിലാവുണ്ടോ മായമുട്ടിയെ ഞാൻ പറഞ്ഞത്? പെരമ്പത്തന്നെ ലോൺ എടുത്തിട്ട് കുടുങ്ങിക്കെടുക്കാണ്. എപ്പോഴാണ് അവര് വരുന്നത് എനിക്ക് തന്നെ അറിയില്ല. സാധനം ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്ക. എന്റെ കുട്ടിയുടെ പൈസ വന്ന അപ്പൊ തന്നെ ഞാൻ കൊടുന്ന് തരാം. ആചാര്യ ഞങ്ങൾ സാധനം കൊണ്ടേക്കോളൂ. ഞാൻ ഇടങ്ങറോണ്ട് പറഞ്ഞതാണ് ഒരുപാട് കായ് ഇതേമാതിരി കിട്ടാണ്ടെന്ന്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. യുദ്ധം കൊണ്ട് ആരും ഒന്നും നേടിയിട്ടുമില്ല. ഇതൊരു വല്യപ്പാന്റെയും പേരക്കുട്ടിയുടെയും കഥ മാത്രമല്ല, ലോകത്തിലെ ഓരോ മാതാപിതാക്കളും അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളുമാണ്. അവർക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ആയുധം.